നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ആണ്. സോ നമ്മളിപ്പോ കമ്പൈലറിന്റെ ഡിഫറെന്റ് ഫേസസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ഫ്രണ്ട് എൻഡ് നമ്മൾ പഠിച്ചു, ലെക്സിക്കൽ അനാലിസിസ്, സിന്റാക്സ് അനാലിസിസ്, സെമാന്റിക് അനാലിസിസ് ഒക്കെ പഠിച്ചു. അടുത്ത് ബാക്ക് എൻഡ് കോഡ് ഒപ്റ്റിമൈസേഷൻ, കോഡ് ജനറേഷൻ അതും നമ്മൾ നോക്കി. സോ ഇനി നമുക്കുള്ളത് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു ഫേസ് ആണ്. സോ വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ഫേസ്? നമ്മള് ഒരു പ്രോഗ്രാമിന് സോഴ്സ് ലാംഗ്വേജിൽ നിന്ന് ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, കമ്പൈൽ ചെയ്യുന്നു. സോ വെയർ ഇഫ് വി ആർ നോട്ട് converting a source language to intermediate code, we need compiler for each new machine. അതായത് ഇപ്പോഴത്തെ കമ്പൈലർ മെഷീൻ ഇൻഡിപെൻഡന്റ് ആണ്. കമ്പൈലർ ഈസ് മെഷീൻ ഇൻഡിപെൻഡന്റ്. കമ്പൈലർ ഈസ് ലാംഗ്വേജ് ഡിപ്പെൻഡന്റ് ആൻഡ് മെഷീൻ ഇൻഡിപെൻഡന്റ്. ഈ ഒരു ലൈൻ ശ്രദ്ധിച്ചു കേൾക്കുക. കമ്പൈലർ ഈസ് ലാംഗ്വേജ് ഡിപ്പെൻഡന്റ് ആൻഡ് മെഷീൻ ഇൻഡിപെൻഡന്റ്. എന്താ ലാംഗ്വേജ് ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞ? സി എന്ന ലാംഗ്വേജിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന കമ്പൈലർ ജാവ എന്ന ലാംഗ്വേജ് കമ്പൈൽ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. ജാവയ്ക്ക് വേണ്ടിയുള്ള കമ്പൈലർ പൈത്തണിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. സോ compiler is completely language dependent. പക്ഷേ മെഷീൻ, ഏത് മെഷീനിലാണെങ്കിലും സിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കമ്പൈലർ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ജാവയ്ക്ക് വേണ്ടി നമ്മളൊരു കമ്പൈലർ ഉണ്ടാക്കിയാൽ അത് ഏത് മെഷീനിലാണെങ്കിലും നമുക്കതിനെ റൺ ചെയ്യാൻ പറ്റും. സോ കമ്പൈലർ എന്ന് പറയുന്നത് മെഷീൻ ഇൻഡിപെൻഡന്റ് ആണ്. സോ മെഷീനിന്റെ ഫീച്ചർ അനുസരിച്ച് കമ്പൈലർ മാറുന്നില്ല. സോ ഏത് ലൈക്ക് ഇതൊരു ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഫേസ് മേക്ക് എ കമ്പൈലർ മെഷീൻ ഇൻഡിപെൻഡന്റ്? ഏത് ഫേസ് ആണ് കമ്പൈലറിനെ മെഷീൻ ഇൻഡിപെൻഡന്റ് ആക്കുന്നത്? ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ഫേസ് ആണ്. സോ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കമ്പൈലർ മെഷീൻ ഇൻഡിപെൻഡന്റ് ആകുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തിനാണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ഫേസ്? നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഈ 4 കാര്യങ്ങളാണ്. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇന്റർമീഡിയറ്റ് representations are syntax tree, DAG, directed acyclic graph, postfix notation, 3 address code. സോ ഈ 4 രീതിയിലാണ് ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷൻസ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ഈ 3 അഡ്രസ് കോഡാണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഈ 4 എണ്ണവും നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഇന്റർമീഡിയറ്റ് കോഡില് 3 അഡ്രസ് കോഡാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. 3 അഡ്രസ് കോഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 4 എണ്ണം നമുക്ക് എങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക എന്നുള്ളത് ആദ്യം അറിയാം. ഒന്ന്, ഇപ്പോ ഇങ്ങനെ ഒരു ഗ്രാമർ തന്നിട്ട് ആ ഗ്രാമറിന് ഒരു സ്റ്റേറ്റ്മെന്റ് തരും. ഇപ്പൊ ഇവിടെ ഇത് 3 സ്റ്റാർ 5 പ്ലസ് 4 ആണ് ഒരു സ്ട്രിങ്. 3 സ്റ്റാർ 5 പ്ലസ് 4 ഇങ്ങനെ ഒരു സ്ട്രിങ് തന്നിട്ട് അതിന്റെ പാർട്ട് സ്ട്രീം, സിന്റാക്സ് സ്ട്രീം വരയ്ക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനൊരു ലൈൻ തന്നിട്ട് സിന്റാക്സ് ട്രീ വരയ്ക്കാൻ എക്സാമിന് ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനൊരു ലൈൻ തന്നിട്ട്, ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് സിന്റാക്സ് ട്രീ വരയ്ക്കാനും ഡാഗ്, ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് വരയ്ക്കാനും ചോദിക്കാം. പിന്നെ സിന്റാക്സ് ട്രീ ഡെവലപ്പ് ചെയ്യാൻ
സിൻടാക്സ് ട്രീ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന് എങ്ങനെ സിൻടാക്സ് ട്രീ ഡെവലപ്പ് ചെയ്യാമെന്നുള്ള ഒരു SDD ഉണ്ട്. സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ ആണ്. അപ്പൊ അത് വേണമെങ്കിൽ ഡെസ്ക് കാൽക്കുലേറ്ററിന്റെ SDD ഒക്കെ ചോദിക്കുന്ന പോലെ ഇത് SDD ആയിട്ട് ചോദിക്കാം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിന്. റൈറ്റ് SDD ഫോർ സിൻടാക്സ് ട്രീ ഫോർമേഷൻ ഫോർ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സിൻടാക്സ് ട്രീ തന്നിട്ട് അതിനെ ഡാഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കാം. ഒരു സിൻടാക്സ് ട്രീ തന്നിട്ട് അതിനെ ഡാഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എക്സാമിന് ചോദിക്കാം. പിന്നെ ട്രീ അഡ്രസ് കോഡ് ഡെവലപ്പ് ചെയ്യാൻ ഉള്ള SDD എഴുതാനും ചോദിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ 5th മോഡ്യൂളിന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ ഒരു ലൈൻ ഓഫ് കോഡ് തന്നിട്ട് അതിന്റെ ട്രീ അഡ്രസ് കോഡ് എഴുതാൻ ചോദിക്കാം. ഇതാണ് ട്രീ അഡ്രസ് കോഡ്. കണ്ടോ, ഇതാണ് നിങ്ങളുടെ ഒരു ലൈൻ ഓഫ് കോഡ് എങ്കിൽ അതിന്റെ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ കാണുക. ഇപ്പൊ ഇതാണ് നിങ്ങളുടെ ഒരു ലൈൻ ഓഫ് കോഡ് എങ്കിൽ അതിന്റെ സിൻടാക്സ് ട്രീ ഇങ്ങനെ ഇരിക്കും, അതിന്റെ ഡാഗ് ഇങ്ങനെ ഇരിക്കും, അതിന്റെ ട്രീ അഡ്രസ് കോഡ് ഇങ്ങനെ ഇരിക്കും. സോ ദീസ് ആർ ഡിഫറെന്റ് ഫോം ഓഫ് ഇന്റർമീഡിയറ്റ് കോഡ്. These are different form of intermediate code. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ 4 ഡിഫറെന്റ് ഫോം ഓഫ് ഇന്റർമീഡിയറ്റ് കോഡും എഴുതാൻ പറയാം. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ഡ്രോ സിൻടാക്സ് ട്രീ, യു ഹാവ് ടു ഡ്രോ ഡാഗ്, ആൻഡ് യു ഹാവ് ടു റൈറ്റ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ, ആൻഡ് യു ഹാവ് ടു റൈറ്റ് ട്രീ അഡ്രസ് കോഡ്. സോ ദീസ് ആർ ദ 4 ഫോം ഓഫ് ഇന്റർമീഡിയറ്റ് കോഡ് റെപ്രസെന്റേഷൻ. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിച്ചു തുടങ്ങാം. So there are 4 most commonly used intermediate code generations are there. So adila syntax tree and DAG. These are called graphical representation of intermediate code. So there exists another question. Sometimes in university exam, they can ask about the graphical representation of intermediate code. So adu മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഇന്റർമീഡിയറ്റ് കോഡ് റെപ്രസെന്റേഷൻസ് എന്ന് ചോദിക്കാം. സോ ഇത് രണ്ടുമാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് കോഡ്. സോ അതിൽ ഫസ്റ്റ് വൺ സിൻടാക്സ് ട്രീ ഓർ അബ്സ്ട്രാക്ട് സിൻടാക്സ് ട്രീ. സോ ഈ സിൻടാക്സ് ട്രീ ഇസ് എ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് എ സോഴ്സ് പ്രോഗ്രാം. ഒരു സോഴ്സ് പ്രോഗ്രാമിന്റെ ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്, സിൻടാക്സ് ട്രീ എന്ന് പറയുന്നത്. ആൻഡ് ഹൗ ഇറ്റ് ഡിഫർ ഫ്രം ദ പാർട്സ് ട്രീ, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ ഡിഫറൻസ് ഞാൻ നോട്ടിൽ തരാം. പാർട്സ് ട്രീയും സിൻടാക്സ് ട്രീയും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് പാർട്സ് ട്രീ ഇസ് യൂസ്ഡ് ടു create a string, or it is used to derive a string from the grammar. Parts tree is used to derive a string from the grammar. So that, and the parts tree is used to check whether the syntax of that source program is correct or not. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ സിൻടാക്സ് ട്രീ is not checking anything. It is generating the intermediate code. So parts tree is checking whether the syntax is correct or not. But syntax tree is generating the intermediate code. And in parts tree, that is actually representing the grammar. Grammar means the rule of the language. But the syntax tree only focus on the source code. This is an example. So here you have 3 star 5
plus 4. So this is your string. So in the syntax analysis phase, we will try to derive the string from this grammar, right? We will try to derive the string from this grammar. So for that purpose, we will draw the parse tree. Clear? So this is a parse tree to derive this statement. But in the syntax tree, we will not consider the grammar because we don't need the grammar. എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മൾ ഗ്രാമറിനെ കൺസിഡർ ചെയ്യുന്ന ഫേസ് സിൻടാക്സ് അനാലിസിസ് ഫേസ് ആണ്. ആ ഫേസിൽ നമ്മൾ ഗ്രാമറിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. സിൻടാക്സ് കറക്റ്റ് ആയതുകൊണ്ടാണ് സെമാൻറ്റിക്സിലേക്ക് വന്നത്. സെമാൻറ്റിക് ഇൻഫർമേഷൻ നമ്മൾ അവിടെ ചെക്ക് ചെയ്തു. We know that E dot val equal to E dot val plus T dot val. E dot val equal to T dot val. T dot val equal to T dot val into F dot val. F dot val equal to digit dot lex val. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സെമാൻറ്റിക് ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്തു? അനോട്ടേറ്റഡ് പാർട്സ് ട്രീ ഉപയോഗിച്ച് ചെക്ക് ചെയ്തു. That is also done in semantic analysis phase. So now we need to represent the intermediate code. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ ഇന്റർമീഡിയറ്റ് കോഡ് റെപ്രസെന്റ് ചെയ്യണം എന്ന് വരുമ്പോ where there is no need of grammar, there is no need of semantic information, there is no need of symbol table. സോ നമ്മൾ അവിടെ ഡയറക്റ്റ് സോഴ്സ് കോഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, നിങ്ങളുടെ പ്രോഗ്രാമിലെ ഓരോ ലൈനിനും ഓരോ സിൻടാക്സ് ട്രീ വരും. ഓരോ ലൈനിനും ഓരോ സിൻടാക്സ് ട്രീ വരയ്ക്കാം. ക്ലിയർ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ പാർസ് ട്രീയും സിൻടാക്സ് ട്രീയും വരയ്ക്കാൻ ചോദിക്കാം. പക്ഷെ ഇങ്ങനെ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധാരണഗതിയിൽ കാണുന്നത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഈ സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ് ട്രീ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, എപ്പോഴും നമുക്ക് ബോഡ്മാസ് റൂൾ ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ആദ്യം ബ്രാക്കറ്റുകളിൽ ചെയ്യും, പിന്നെ ഡിവിഷൻ ചെയ്യും, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും എന്ന് പറയുന്ന ഒരു ഓർഡർ ഉണ്ടല്ലോ. അപ്പൊ ആ ഓർഡർ അനുസരിച്ചാണ് ബി പ്ലസ് സി ഏറ്റവും താഴെ വരാൻ കാരണം എന്താണ്? ബിക്കോസ് ബി പ്ലസ് സി ആണ് ഇതിൽ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ അതിവിടെ ചെയ്തു, അതിന്റെ ആൻസറിനെ എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആൻഡ് ദാറ്റ് ആൻസർ ഇസ് ഡിവൈഡഡ് ബൈ ബി. അതാണ് നിങ്ങൾ ഡാഗ് എക്സാമിന് വരച്ചവരാണ്, അപ്പോ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും എനിക്ക് തോന്നുന്നു ഈ സിൻടാക്സ് ട്രീ വരയ്ക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ലൈൻ ഓഫ് കോഡിന്റെ ഇന്റർമീഡിയറ്റ് കോഡ് റെപ്രസെന്റേഷൻ ആണ് ഈ കാണുന്നത്. ഈ ഇന്റർമീഡിയറ്റ് കോഡാണ് കോഡ് ഒപ്റ്റിമൈസേഷൻ ഫേസിലേക്ക് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ആൻഡ് കോഡ് ഒപ്റ്റിമൈസേഷൻ ഒരു ഓപ്ഷണൽ ഫേസ് ആണ്. സോ കോഡ് ഒപ്റ്റിമൈസേഷൻ ഇല്ല എങ്കിൽ നമുക്ക് ഇന്റർമീഡിയറ്റ് കോഡിനെ ഡയറക്റ്റ് എങ്ങോട്ട് കൊടുക്കാം? കോഡ് ജനറേഷൻ ഫേസിന് കൊടുക്കാം. പക്ഷേ ഈ സിൻടാക്സ് ട്രീ ഒന്നും നമ്മൾ നോർമലി പ്രാക്ടിക്കൽ കണ്ടീഷൻസിൽ ഉപയോഗിക്കാറില്ല. പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ സിൻടാക്സ് ട്രീ ഒന്നും ഉപയോഗിക്കാറില്ല. സോ എങ്ങനെ സിൻടാക്സ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാം? ഇത് ശരിക്കും നിങ്ങൾ വായിച്ചാൽ മതി. ഇതിൽ എഴുതിയിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സിൻടാക്സ് ട്രീ ഫീൽഡുകൾ ഉണ്ട്. സിൻടാക്സ് ട്രീയിൽ ഒരു ഓപ്പറേറ്റർ ഒരു ഫീൽഡിൽ വന്നാൽ അതിന്റെ ലീഫുകളായിട്ട് അല്ലെങ്കിൽ അതിന്റെ ചൈൽഡുകളായിട്ട് ഓപ്പറൻസ് വരും എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഒരു നോഡില് ഓപ്പറേറ്റർ വന്നാൽ അതിന്റെ ചൈൽഡ് ആയിട്ട് ഓപ്പറൻസ് വരും എന്നാണ്. അതാണ് സിൻടാക്സ് ട്രീ. എപ്പോഴും സിൻടാക്സ് ട്രീയിൽ ഒരു നോഡിന്റെ ചൈൽഡ് എന്ന് പറയുന്നത് ആ നോഡിന്റെ ഓപ്പറൻസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് ഫങ്ഷൻസ്. ഈ മൂന്ന് ഫങ്ഷൻസ് നമ്മൾ അറിയണം. കാരണം ഈ മൂന്ന് ഫങ്ഷൻസ് നമ്മൾ SDD സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എഴുതുമ്പോൾ
ഈ 3 ഫങ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ഒന്ന് mk നോഡ്, 2 mk ലീഫ്, 3 വീണ്ടും mk ലീഫ്. സോ എന്താണ് mk നോഡ്? മേക്ക് നോഡ് എന്നാണ് അർത്ഥം. അതായത് നമുക്കിപ്പോ ഒരു നോൺ ടെർമിനൽ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു നോൺ ടെർമിനൽ ആണ് കാണുന്നെങ്കിൽ ആ നോൺ ടെർമിനലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണം. ആ നോഡിന് ഒരു ലെഫ്റ്റ് നോഡും ഉണ്ടാവണം, ഒരു റൈറ്റ് നോഡും ഉണ്ടായിരിക്കണം. ആ നോഡ് ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് നോഡും റൈറ്റ് നോഡും ഓപ്പറൻസ് ആയിരിക്കും. അതിപ്പോ നോൺ ടെർമിനൽ അല്ല, ഒരു ഓപ്പറേറ്റർ കണ്ടാലും എന്ത് കണ്ടാലും, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇപ്പൊ ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിന് ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്യുമ്പോ എപ്പോഴാണോ ഞാൻ ഒരു ഓപ്പറേറ്റർ കാണുന്നത് അവിടെ എനിക്ക് മേക്ക് നോഡ് എന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. നിങ്ങൾ ഇതെല്ലാം ചിന്തിക്കേണ്ടത്, യു പീപ്പിൾ ആർ ഡെവലപ്പിംഗ് ആൻ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ എന്ന് ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ അപർണയോട് പറഞ്ഞിരിക്കുന്നത് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതാനാണ് എങ്കിൽ അപർണ എങ്ങനെ എഴുതും? ഒരു ലൈൻ ഓഫ് കോഡ് വന്നാൽ ആ ലൈൻ ഓഫ് കോഡിനെ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്യണം. ആദ്യം അതിൽ ഓപ്പറേറ്റർ കാണുമ്പോൾ മേക്ക് നോഡ് എന്ന ഫംഗ്ഷനിലേക്ക് ആ ഓപ്പറേറ്ററിനെ പാസ് ചെയ്യണം. അപ്പൊ ആ ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡ് കിടക്കുന്നത് ഈ നോഡിന്റെ ലെഫ്റ്റ് ചൈൽഡ് ആയിട്ട് വരും. ആ ഓപ്പറേറ്ററിന്റെ റൈറ്റ് സൈഡ് കിടക്കുന്നത് അതിന്റെ റൈറ്റ് ചൈൽഡ് ആയിട്ട് വരും. ആ രീതിയിലാണ് പ്രോഗ്രാമറിനെ എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ ഉപയോഗിക്കേണ്ട ഫങ്ഷൻസ് ആണ് ഈ mk നോഡ് എന്ന് പറയുന്നത്, മേക്ക് നോഡ്. ഇനി രണ്ടാമത്തെ ഫങ്ഷൻ മേക്ക് ലീഫ് ആണ്. ഈ മേക്ക് ലീഫ് എന്ന് പറഞ്ഞാല് 2 ടൈപ്പ് മേക്ക് ലീഫ് ഉണ്ട്. ഒന്ന് ഒരു ഐഡന്റിഫയർ. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ സിൻടാക്സ് ട്രീയില് 3, 5, 4 ഇത് 3 വാല്യൂസ് ആണ്, ഡയറക്റ്റ് വാല്യൂസ് ആണ്. പക്ഷെ ഈ സിൻടാക്സ് ട്രീയിലോ ABCD ഇത് 4 എന്താണ്? 4 മെമ്മറി ലൊക്കേഷൻസ് ആണ്, ആണല്ലോ. അപ്പൊ ഇത് 4 ഐഡന്റിഫയേഴ്സ് ആണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, 4 ഐഡന്റിഫയേഴ്സ് ആണ്. ഈ 4 ഐഡന്റിഫയേഴ്സിന്റെയും വാല്യൂ എന്തായിരിക്കുന്നത്? സിമ്പിൾ ടേബിളിലായിരിക്കുന്നത്. 4 വാല്യൂ എവിടെ ആയിരിക്കുന്നത്? സിമ്പിൾ ടേബിളിലായിരിക്കുന്നത്. അപ്പോ ഇവിടെ ഒരു ഐഡന്റിഫയറിനെ നിങ്ങൾക്ക് കാണുന്നു എങ്കിൽ ഈ ഐഡന്റിഫയറിന്റെ ലീഫായിട്ട് പുതിയൊരു ലീഫ് ക്രിയേറ്റ് ചെയ്യണം. ആ ലീഫിന്റെ വാല്യൂ എന്തായിരിക്കണം? ഈ ഐഡന്റിഫയറിന് കറസ്പോണ്ടിങ് ആയിട്ട് സിമ്പിൾ ടേബിളിലുള്ള എൻട്രി ആയിരിക്കണം. റൈറ്റ്? ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒരു ഐഡന്റിഫയർ കാണുന്നു എങ്കിൽ ആ ഐഡന്റിഫയറിന്റെ താഴെ ഒരു ലീഫ് ക്രിയേറ്റ് ചെയ്യണം. ആ ലീഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഐഡന്റിഫയറിന്റെ കറസ്പോണ്ടിങ് സിമ്പിൾ ടേബിൾ വാല്യൂ ആയിരിക്കണം എന്നുള്ളതാണ് ഈ mk ലീഫ് എന്ന ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഇനി വീണ്ടും mk ലീഫ് num, val. That is also here. ഇവിടെ നോക്കൂ, ഇങ്ങനെ ഒരു വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുവെങ്കിൽ അവിടെ നമുക്ക് എന്ത് ആവശ്യമില്ല, സിമ്പിൾ ടേബിളിൽ പോയി നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ നമുക്ക് mk ലീഫ്, മേക്ക് ലീഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് മേക്ക്. നമുക്കിപ്പോ 2 ഫംഗ്ഷനേ ഉള്ളൂ, മേക്ക് ലീഫ് ആൻഡ് മേക്ക് നോഡ്. ഇത് ഈ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യം നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കേണ്ട ഫംഗ്ഷൻ ആണ്, SDD ആണ്. ഈ SDD എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് സാധാരണ. അപ്പോ ഇതൊന്ന് നോക്കുക. ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ
സിൻടാക്സ് ട്രീ എങ്ങനെ ഉണ്ടാക്കാം, അതിന്റെ സിൻടാക്സ് ഡയറക്റ്റ് ഡെഫിനിഷൻ ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, എസ് ഗീവ്സ് ഐ ഡി ഈക്വൽ ടു ഇ, ഐ ഡി ഈക്വൽ ടു ഇ. അപ്പോ ഇതെല്ലാം എസ് ആട്രിബ്യൂട്ട് ഡെഫിനിഷൻസ് ആണ്, അതായത് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ഡെഫിനിഷൻ ആണ്. അതായത് ലെഫ്റ്റിൽ കിടക്കുന്ന അതിന്റെ പാരന്റിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് റൈറ്റിൽ കിടക്കുന്ന ചൈൽഡ് യൂസ് ചെയ്താണ്. സോ ഇവിടെ നോക്കൂ, ഇവിടെ ഐ ഡി ഈക്വൽ ടു ഇ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കാണുകയാണ്. ഫോർ എക്സാമ്പിൾ, എ ഈക്വൽ ടു ബി, എ ഈക്വൽ ടു ബി എന്ന് കാണുകയാണെന്ന് വിചാരിക്കുക. എ ഈക്വൽ ടു ബി, എ ഈക്വൽ ടു ബി ഇങ്ങനെ കാണുന്നു. ഇതാണ് നിങ്ങൾ കാണുന്ന ഒരു അസൈൻമെന്റ് എക്സ്പ്രഷൻ. എന്താ നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സിൻടാക്സ് ട്രീ ഇങ്ങനെയാ വരിക. ഇങ്ങനെയല്ലേ സിൻടാക്സ് ട്രീ വരിക? എ ഈക്വൽ ടു ബി എന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയല്ലേ സിൻടാക്സ് ട്രീ വരിക? അതെ, ഇങ്ങനെയാ വരുന്നത്. അപ്പൊ ഈ വരുന്നതിന് നിങ്ങൾ എന്താ ചെയ്തേ? അസൈൻ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. ക്ലിയർ? ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോ ഈ എം കെ നോഡ് എന്ന് പറയുന്ന ഫംഗ്ഷന് 3 പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് പാരാമീറ്റർ റൂട്ട്, സെക്കൻഡ് പാരാമീറ്റർ ലീഫ് നോഡ്, സെക്കൻഡ് പാരാമീറ്റർ ലെഫ്റ്റ് ചൈൽഡ്, തേർഡ് പാരാമീറ്റർ റൈറ്റ് ചൈൽഡ്. അതാണ് എം കെ നോഡിന്റെ, നിങ്ങൾക്ക് ഇവിടെ കാണാം എം കെ നോഡിന്റെ പാരാമീറ്റർ കാണാം. ഓപ്പറേറ്റർ ദാറ്റ് ഈസ് റൂട്ട്, കോമ ലെഫ്റ്റ് ചൈൽഡ്, ദെൻ റൈറ്റ് ചൈൽഡ്. ഇവിടെ നോക്കൂ, ഇവിടെ ഐ ഡി ഈക്വൽ ടു ഇ എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ എന്താ ഞാൻ എഴുതുക? ഐ ഡി എഴുതുന്നു. അടുത്ത് ഇവിടെ എന്താ എഴുതുക? ഇ എഴുതുന്നു. ഓക്കെ, ഐ ഡി ഈക്വൽ ടു ഇ. സോ ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ആകുമ്പോ ശരിക്കും സംഭവിക്കുന്ന ഇതാണ്. ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണം, ആ നോഡിന്റെ ലെഫ്റ്റ് ഐ ഡിയും റൈറ്റ് ഇയും വരണം. ക്ലിയർ? ഇനി ഇവിടെ ഐ ഡി വന്നു അല്ലെ? ഐ ഡി വന്നു. ഐ ഡി വരുമ്പോ അവിടെ എന്താ സംഭവിക്കേണ്ടേ? ഐ ഡി വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചേ? ഐ ഡി വന്നാൽ എം കെ ലീഫ് അവിടെ വരണം. അതായത് ഐ ഡി ആവുന്നത്, നമുക്കറിയാം എപ്പോഴും നമ്മുടെ ട്രീയുടെ ലീഫ് എന്ന് പറയുന്നത് ഐഡന്റിഫയേഴ്സ് ആയിരിക്കും. ഏത് ട്രീ വരച്ചാലും അതിന്റെ അവസാനം വരുന്നത് എന്തായിരിക്കും? ഐഡന്റിഫയേഴ്സ് ആയിരിക്കും അല്ലെ? അപ്പോ ഒരു ഐഡന്റിഫയർ വന്നാൽ അതിന്റെ വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഐഡന്റിഫയർ വന്നാൽ അതിന്റെ താഴെ അതിന്റെ ഒരു ലീഫ് ക്രിയേറ്റ് ചെയ്യണം. ആ ലീഫിൽ എന്ത് വാല്യൂ കൊടുക്കണം? എന്ത് കൊടുക്കണം? സിമ്പിൾ ടേബിൾ ഐ ഡിയുടെ കറസ്പോണ്ടിങ് വാല്യൂ. സിമ്പിൾ ടേബിളിൽ നിന്ന് ഐ ഡിയുടെ കറസ്പോണ്ടിങ് വാല്യൂ എടുക്കുന്ന ആട്രിബ്യൂട്ട് ആണ് ഇവിടെ ഐ ഡി ഡോട്ട് പ്ലേസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ആ കറസ്പോണ്ടിങ് ഐ ഡിയുടെ സിമ്പിൾ ടേബിളിലുള്ള വാല്യൂ എടുക്കണം. അതാണ് അതിന്റെ ലീഫായിട്ട് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഇ ഡോട്ട് എൻ പി ടി ആർ എന്ന് പറഞ്ഞാൽ, എൻ പി ടി ആർ ജസ്റ്റ് ഒരു വാല്യൂ, ഒരു പോയിന്റർ വാല്യൂ എന്നൊരു മീനിങ്ങേ ഉള്ളൂ. ഇയെ പോയിന്റ് ചെയ്യുന്ന വാല്യൂ എന്നുള്ള ഒരു മീനിങ്ങേ ഉള്ളൂ. കാരണം ഇതൊരു ട്രീ ആണ്. സോ ട്രീ ആവുമ്പോൾ എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ ദ പോയിന്റർ കൺസെപ്റ്റ്. Tree is always based on the pointer concept. അതായത് ലെഫ്റ്റ് ചൈൽഡ് ആൻഡ് റൈറ്റ് ചൈൽഡ് ഈസ് പോയിന്റിങ് ടു ചിൽഡ്രൻ റൂട്ട്. അങ്ങനെയാണ് നമ്മൾ പറയും. ഇതാണ് ആ എൻ പി ടി ആർ. സോ ഈ എൻ പി ടി ആർ എന്ന് പറയുന്നത് ഒരു നോൺ ടെർമിനൽ ആണ്. അത് അഗെയിൻ ഇവിടെ കിടപ്പുണ്ട്. സോ അത് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, ഇ എന്ന് പറഞ്ഞാൽ E1 പ്ലസ് E2 ആണ്. അതിൽ നമുക്ക് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. അവിടെ വരാൻ പോകുന്നത് എന്താണ്? പ്ലസ്, ഇവിടെ പ്ലസ് E1 E2 പ്ലസ് E1 E2. ഇതാണ് അതിന്റെ സിൻടാക്സ് ട്രീ അല്ലേ?
ഇങ്ങനെ തന്നെയല്ലേ സിന്റാക്സ് ട്രീ വരേണ്ടത്. അപ്പോ അതിങ്ങനെ വരണം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് സംഭവിക്കണം, എന്ത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് എഴുതി വെക്കുന്നതാണ് SDD. എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, വാട്ട് യു ഹാവ് ടു ഡു എന്ന് എഴുതി വെക്കുന്നതാണ് സെമാൻറ്റിക് ഇൻഫർമേഷൻ. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മള് ഇതേ പ്രൊഡക്ഷന്റെ SDD നമ്മൾ സെമാൻറ്റിക് അനാലിസിസ് ഫേസിൽ ചെയ്തു. അവിടെ നമ്മൾ പഠിച്ചത് E.val ഈക്വൽ ടു E1.val പ്ലസ് E2.val എന്നാണ്. അതായത് അവിടെ ആക്ച്വലി നടക്കേണ്ടത്, സെമാൻറ്റിക് അനാലിസിസ് ഫേസിൽ നടക്കേണ്ടത് എന്താണ്, അതിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് സെമാൻറ്റിക് അനാലിസിസ് ഫേസിൽ നടക്കേണ്ടത്. അല്ല നമ്മൾ പഠിച്ചു E.type ഈക്വൽ ടു E1.type ഈക്വൽ ടു E2.type എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. അതായത് Eയുടെ ഡേറ്റ ടൈപ്പും E1ന്റെ ഡേറ്റ ടൈപ്പും E2ന്റെ ഡേറ്റ ടൈപ്പും സെയിം ആയിരിക്കണം. That is also done in semantic analysis phase, where we have to check the type checking. And in the intermediate code generation phase, we have to make syntax tree. So what you have to do based on that production, production എഴുതുമ്പോ ആ particular phase ൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതാണ് സെമാൻറ്റിക് ഇൻഫർമേഷൻ എഴുതുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഈ ഒരു particular പ്രൊഡക്ഷന് തന്നെ ഓരോരോ ഫേസിൽ ഓരോരോ മീനിങ് ആണ്, ഓരോരോ ഇന്റൻഷൻ ആണ്. എന്ത് ഇന്റൻഷൻ ആണോ അതാണ് SDD ആയിട്ട് എഴുതി വെക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ നോക്കൂ, ഇതിന്റെ മീനിങ് എന്താ? ഇവിടെ നിങ്ങൾ ഈ ഒരു ലൈൻ മാത്രം കണ്ടാൽ മതി. നോക്കൂ, MK നോട്ട്, മേക്ക് നോട്ട്, റൂട്ട് എന്താണ് പ്ലസ്, ലെഫ്റ്റ് ചൈൽഡ് എന്താണ് E1, റൈറ്റ് ചൈൽഡ് എന്താണ് E2. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. Then star, comma E1, comma E2. Then minus E1. മൈനസ് E1 എന്നാണ് നമ്മുടെ ലൈൻ എങ്കിൽ നമ്മൾ എങ്ങനെ അതിന്റെ ട്രീ വരയ്ക്കും? എങ്ങനെ വരയ്ക്കും? റൂട്ട് മൈനസും ചൈൽഡ് E1. ഇങ്ങനെയാണ് അതിന്റെ സിന്റാക്സ് ട്രീ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ സിന്റാക്സ് ട്രീ വരയ്ക്കുക. ദെൻ ഇപ്പൊ ഈ ഒരു ബ്രാക്കറ്റ് കിടക്കുന്നുവെങ്കിൽ ഇവിടെ നോക്കൂ, നമ്മൾ ഈ ബ്രാക്കറ്റ് ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ബ്രാക്കറ്റ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഇസ് സിന്റാക്സ് അനാലിസിസ് ഫേസ്. നമ്മൾ സെമാൻറ്റിക് അനാലിസിസ് ഫേസിൽ E.val ഈക്വൽ ടു E1.val എന്ന് മാത്രമേ എഴുതിയുള്ളൂ. അവിടെ ബ്രാക്കറ്റ് ഒന്നും നമ്മൾ എഴുതിയില്ല. There is no need of brackets here because we are actually making syntax tree. That is enough. So ഇവിടെ ഓപ്പറേറ്റേഴ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ദെൻ ഇവിടെ ID വന്നു. ID വന്നാൽ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം. MK ലീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. എനിക്ക് തോന്നുന്നു ഇത് ക്ലിയർ ആയി എന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. എനിവേ ഈ SDD നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ ഇത്രയാണ് സിന്റാക്സ് അനാലിസിസ് ഫേസിൽ നോക്കാനുള്ളത്. സോറി, സിന്റാക്സ് ട്രീ ജനറേഷൻ അറിയേണ്ടത്. സോ ഫസ്റ്റ് യു ഹാവ് ടു, ഇത് കംപ്ലീറ്റ്ലി തിയറി മൊഡ്യൂൾ ആണ്. സംടൈംസ് ദേ ക്യാൻ ആസ്ക് അബൌട്ട് വാട്ട് ഈസ് സിന്റാക്സ് ട്രീ ആൻഡ് സംടൈംസ് ദേ ക്യാൻ ആസ്ക് അബൌട്ട് what are the different form of intermediate code generations or intermediate code, different form of intermediate code. So you have to explain these four. So for that, one of the topic is syntax tree. Clear? So you have to explain with an example. And you have to remember these two functions, MK node and MK leaf. And write this SDD. So this SDD is very, very important. Because sometimes they can ask, write SDD and using this SDD, draw the syntax tree. അങ്ങനെയൊക്കെ ചോദിക്കാം. ഇനി DAG. ശരിക്കും DAGിന് നമുക്ക് ഇതുപോലെ SDD പഠിക്കാനില്ല. കാരണം DAG is one form of syntax tree. But that is a minimized syntax tree. ശരിക്കും പറഞ്ഞാൽ ഈ DAG ഒരു ഇന്റർമീഡിയറ്റ് കോഡുമാണ്. ആസ് വെൽ ആസ് ഇതൊരു ഒപ്റ്റിമൈസ്ഡ് ഇന്റർമീഡിയറ്റ് കോഡാണ്. കൃത്യമായിട്ട് ഇതൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുക. നമുക്ക് സമയമില്ല, ഇനി 2 ആഴ്ച യൂണിവേഴ്സിറ്റി എക്സാം ഉള്ളൂ. സോ ഈ 10 പേർക്ക് ഇനി ഇത് പഠിക്കേണ്ടി വരാത്തൊരു സിറ്റുവേഷൻ വരും. അത്രയും ശ്രദ്ധിച്ച് പഠിക്കാം. ഞാൻ
എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ക്ലാസ്സുകൾ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നാൽ പിന്നീട് നിങ്ങൾക്ക് ഈ കമ്പൈലർ ഈ സബ്ജക്ട്സ് ഒക്കെ പിന്നീട് പഠിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അങ്ങനത്തെ സബ്ജക്ട്സ് ആണിത്. അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സോ കൃത്യമായിട്ട് നോക്കുക. ഡാഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ മിനിമൈസ്ഡ് സിന്റാക്സ് ട്രീ. അതായത് നമ്മള് ഈ ഡാഗ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ ഫേസിൽ പഠിച്ചു. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷന്റെ ഒരു ഔട്ട്പുട്ട് ആണ് ഡാഗ് എങ്കിലും that can be considered as an output of code optimization phase also. കാരണം ഒരു ലൈനിന്റെ സിന്റാക്സ് ട്രീ വരച്ചു കഴിഞ്ഞാൽ ആ സിന്റാക്സ് ട്രീയിൽ കോമൺ ആയിട്ടുള്ള സബ് എക്സ്പ്രഷൻസിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്നതാണ് ഡാഗ്. ഞാൻ ഡാഗ് ഈ ഒരു എക്സാമ്പിൾ 6th മോഡ്യൂളിൽ പഠിപ്പിച്ചെന്നാണ് എന്റെ ഓർമ്മ. ദിസ് എക്സാമ്പിൾ യു ക്യാൻ യൂസ് ഫോർ ദ ഒപ്റ്റിമൈസേഷൻ ഓൾസോ. ഈ ഒരു നമ്മളിപ്പോ സിന്റാക്സ് ട്രീ വരയ്ക്കേണ്ട SDD പഠിച്ചു. ഈ സിന്റാക്സ് ട്രീയുടെ SDD വച്ചിട്ട് വരച്ചിരിക്കുന്ന സിന്റാക്സ് ട്രീ ആണ് ഇത്. ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം ലൈൻ ഓഫ് കോഡിന് ഈ സിന്റാക്സ് ട്രീയുടെ SDD ഉപയോഗിച്ച് വരച്ചിരിക്കുന്ന SDD ആണ് ഈ കാണുന്നത്. സോറി, SDD അല്ല, സിന്റാക്സ് ട്രീ ആണ് ഈ കാണുന്നത്. പക്ഷേ ആ സിന്റാക്സ് ട്രീയിൽ കോമൺ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് ഉള്ളത്. B* - C എന്ന് പറയുന്നത് ഒരു കോമൺ എക്സ്പ്രഷൻ ആണ്. സോ സിന്റാക്സ് ട്രീ is not an optimized one. That is only the intermediate code. Syntax tree is not an optimized one. It is only the intermediate code. So that syntax tree can be optimized using common sub-expression elimination. Okay, so ആ കോമൺ ആയിട്ടുള്ള സബ് എക്സ്പ്രഷനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന സിന്റാക്സ് ട്രീയാണ് ഡാഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡാഗ് ഇതായിട്ട് വന്നതിൽ ആർക്കും സംശയം ഉണ്ടാകാൻ വഴിയില്ല. എക്സാമിന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിക്ക് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം നിങ്ങളുടെ സീനിയേഴ്സിന്റെ ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സിറ്റിക്ക്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഡാഗ് വരയ്ക്കാനും സിന്റാക്സ് ട്രീ വരയ്ക്കാനും. ഇതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സിന്റാക്സ് ട്രീ നമ്മൾ SDDയിൽ പറഞ്ഞ പോലെ MK നോഡും MK ലീഫും ഒക്കെ വെച്ച് വരയ്ക്കും. പക്ഷെ ഡാഗ് ആക്കുമ്പോൾ ഈ A*B എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പൊ അതിനെ നമ്മൾ ഒരു തവണ മാത്രം വരച്ച് മിനിമൈസ്ഡ് സിന്റാക്സ് ട്രീ വരയ്ക്കുന്നതാണ് ഡാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ മെത്തേഡ് ആണ് പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ. സോ ഈ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷനും കോമൺലി ഉപയോഗിക്കുന്നതാണ് എന്ന് നമ്മൾ പഠിക്കുന്നു, പക്ഷെ ജനറൽ കേസിൽ അത് ഉപയോഗിക്കാറില്ല. ആൻഡ് വൺ മോർ തിങ്, ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഇപ്പൊ നമ്മള് ഡേറ്റാ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പഠിച്ചൊരു കാര്യമാണ് ഇൻഫിക്സ്, പോസ്റ്റ്ഫിക്സ്, പ്രിഫിക്സ് ഒക്കെ അല്ലെ? അങ്ങനെ ഇൻഫിക്സ്, പോസ്റ്റ്ഫിക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ അല്ല, പ്രിഫിക്സ് അല്ല, സോറി, ഇൻഫിക്സ്, പോസ്റ്റ്ഫിക്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അപ്പൊ ഇൻഫിക്സ്, പോസ്റ്റ്ഫിക്സിന്റെ ഒക്കെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചാൽ പോസ്റ്റ്ഫിക്സിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് ഇന്റർമീഡിയറ്റ് കോഡ് ഫോം. So postfix notation is one of the intermediate code form of the compiler. Okay, നമ്മുടെ പഴയ postfix എന്നാണ്, പുതിയൊരു postfix ഒന്നും അല്ല.
So postfix we can call it as linearized representation of syntax tree. Linearized representation of syntax tree. In postfix notation, each operator appears immediately after its last operand. അങ്ങനെ തന്നെയല്ലേ? നമ്മളിപ്പോ a plus b എന്ന് എഴുതുമ്പോ അതിന്റെ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ എന്താണ്? എ ബി എ പ്ലസ് ബിയുടെ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ എ ബി പ്ലസ്. അപ്പൊ ഈ എ ബി പ്ലസ് എന്ന് നമ്മൾ എഴുതുമ്പോ അവിടെ എന്താ സംഭവിക്കുന്നത്? ലാസ്റ്റ് ഓപ്പറന്റിന്റെ അവസാനമാണ് നമ്മൾ എന്തെഴുതുക? ഓപ്പറേറ്റർ എഴുതുക. ലാസ്റ്റ് ഓപ്പറന്റിന്റെ അവസാനമാണ് ഓപ്പറേറ്റർ എഴുതുക. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതുന്നത് തന്നെയാണ് പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ. അപ്പൊ അതിന് എങ്ങനെ എഴുതണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പൊ അഥവാ എക്സാമിന് ചോദിച്ചാലും നിങ്ങൾ ഡേറ്റാ സ്ട്രക്ചർ പഠിപ്പിച്ച പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ ആണ്, പക്ഷെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. സോ എനിവേ ഈ ഒരു സിന്റാക്സ് ട്രീ വരച്ച അതേ എക്സാമ്പിൾ തന്നെ ഇവിടെ എഴുതിയിരിക്കുകയാണ്. കാരണം ഇത് എഴുതാൻ കാരണം ഒരു എക്സ്പ്രഷൻ തന്നിട്ട് തന്നെ അതിന്റെ 4 ഫോമും എഴുതാൻ ചോദിക്കുക, അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രിങ്, ഇതാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ്. അതിന്റെ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ആണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം a equal to b star minus c plus b star minus c. സോ ഓരോന്നിന്റെയും ഓപ്പറന്റിന്റെ 2 ഓപ്പറന്റിന്റെയും അവസാനമാണ് അതിന്റെ ഓപ്പറേറ്റർ എഴുതിയിരിക്കുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഇവിടെ നോക്കൂ, ആദ്യം ഈ ഈക്വൽ ടു എടുക്കുക. ഈക്വൽ ടുവിന്റെ ഓപ്പറൻസ് എന്തൊക്കെയാണ്? എയും പിന്നെ ഈ റൈറ്റ് സൈഡ് കിടക്കുന്നതുമാണ്. അപ്പൊ 2 ഓപ്പറന്റിന്റെയും അവസാനമാണ് ഈക്വൽ ടു എഴുതിയിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ. 2 ഈ സ്റ്റാർ എടുക്കുക. സ്റ്റാറിന്റെ 2 ഓപ്പറൻസ് എന്തൊക്കെയാണ്? ബിയും മൈനസ് സിയും. മൈനസ് സിയുടെ അവസാനമാണ് സ്റ്റാർ എഴുതിയിരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ. മൈനസ് സിയുടെ അവസാനമാണ് സ്റ്റാർ എഴുതിയിരിക്കുന്നത്. അടുത്ത് ഇവിടെ അതുപോലെ മൈനസ് സിയുടെ അവസാനമാണ് സ്റ്റാർ എഴുതിയിരിക്കുന്നത്. ഇനി പ്ലസിന്റെ ഓപ്പറൻസ് എന്താണ്? ബി സ്റ്റാർ മൈനസ് സിയും ബി സ്റ്റാർ മൈനസ് സിയുമാണ് ഈ പ്ലസിന്റെ ഓപ്പറൻസ്. സോ രണ്ടാമത്തെ ബി സ്റ്റാർ മൈനസ് സി കഴിഞ്ഞിട്ടാണ് പ്ലസ് എഴുതിയിരിക്കുന്നത്. ഇനി മൈനസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾസോ എ യൂണറി ഓപ്പറേറ്റർ. അപ്പൊ അത് അതിന്റെ ഓപ്പറന്റ് കഴിഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. സി എന്ന് പറയുന്ന അതിന്റെ ഓപ്പറന്റ് കഴിഞ്ഞിട്ടാണ് ആ മൈനസ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ? ഇതില് മനസ്സിലാവാനൊന്നുമില്ല. ഇതിപ്പോ ഈ ട്രീയിൽ നിന്ന് എടുത്ത് എഴുതിയിരിക്കുന്ന പോലെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ട്രീയിൽ നിന്ന് എടുത്ത് എഴുതിയിരിക്കുന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ട്രീയെ ലീനിയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ വെയർ ദ ഈച്ച് ഓപ്പറേറ്റർ വിൽ write after the second operand or after the right operand. ഈ ഓപ്പറേറ്ററിന്റെ റൈറ്റ് ഓപ്പറന്റിന് ശേഷമാണ് ആ ഓപ്പറേറ്റർ എഴുതുക, ഓർ റൈറ്റ് ചൈൽഡിന് ശേഷമാണ് ഈ ഓപ്പറേറ്റർ എഴുതുക. അപ്പൊ അത് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഇ ഈസ് എ വേരിയബിൾ then postfix notation for e is e itself. If e is an expression e1 op e2, then postfix notation is e1 e2 op. അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോ e1 ഓപ്പറേറ്റർ e2 എന്നാണ് ഒരു എക്സ്പ്രഷൻ എങ്കിൽ അതിന്റെ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത് e1 e2 ഓപ്പറേറ്റർ എന്നായിരിക്കും. അതുപോലെ എക്സ്പ്രഷൻ ബ്രാക്കറ്റിന് ഇ ആണെങ്കിൽ അതിന്റെ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ ഇ തന്നെയായിരിക്കും. ഇവിടെ ഫോർ യൂണറി ഓപ്പറേഷൻ മൈനസ് ഇ ആണെങ്കിൽ ദ പോസ്റ്റ്ഫിക്സ് എന്ന് പറയുന്നത് ഇ മൈനസ് ആയിരിക്കും. ഓക്കെ, അത് വിട്ടുപോയതാണ് ഞാൻ എഴുതാൻ. അതിനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത് 9 മൈനസ് 5 പ്ലസ് 2. സോ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. 5 പ്ലസ് 2നെ 5 2 പ്ലസ് എന്ന് എഴുതി, ദെൻ 9 എഴുതി, ദെൻ മൈനസ് ഏറ്റവും അവസാനം എഴുതി. ആ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് അവസാനം നോക്കാം. സോ എനിവേ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ
postfix conversion of infix expression can be obtained using stack. ശരിക്കും നിങ്ങൾ പഠിച്ചതാണ്. ഇപ്പൊ കോംപ്രിഹെൻസീവ് ഐവയും കൂടെ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഡേറ്റ സ്ട്രക്ചർ ഒക്കെ. ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. സ്റ്റാക്കിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആപ്ലിക്കേഷൻ ആണ് ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ. സോ ഇത് ശരിക്കും ഒരു ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ ആണ്. നിങ്ങൾക്ക് കാണാം ഇതൊരു ഇൻഫിക്സ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതൊരു പോസ്റ്റ്ഫിക്സ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് യൂസിങ് സ്റ്റാക്ക്. നമുക്ക് അതൊന്നും ഇവിടെ ആവശ്യമില്ല. ജസ്റ്റ് ഇതിന്റെ റൂൾസ് ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ ചോദിക്കത്തില്ല, ചോദിക്കുകയാണെങ്കിൽ ഈ റൂൾസ് എഴുതുക. ഇനി ലാസ്റ്റ് വൺ 3 അഡ്രസ് കോഡ്. അപ്പൊ നമ്മള് ഇന്റർമീഡിയറ്റ് കോഡ് റെപ്രസെന്റേഷൻസ് 3 എണ്ണം പഠിച്ചു. സിൻടാക്സ് ട്രീ, DAG, ആൻഡ് തേർഡ് വൺ ഈസ് postfix notation. And fourth one is 3 address code. ഈ 3 address code ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ സാധാരണ പ്രാക്ടിക്കൽ കേസിൽ ഇന്റർമീഡിയറ്റ് കോഡ് റെപ്രസെന്റ് ചെയ്യുന്നത് 3 അഡ്രസ് കോഡ് ആയിട്ടാണ്. അപ്പൊ ഈ 3 അഡ്രസ് തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ട്രിപ്പിൾസ്, ക്വാഡ്രപ്പിൾസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ 3 അഡ്രസ് കോഡ് ഒരു ക്ലാസ്സും കൂടെ എടുക്കും. അത് വ്യാഴാഴ്ച എങ്ങാനും ഞാൻ ഒരു ക്ലാസ് കൂടെ ഈ 3 അഡ്രസ് കോഡിന്റെ ഒരു പോർഷൻ കൂടെ പഠിപ്പിക്കും. ഇന്ന് ഞാൻ 3 അഡ്രസ് കോഡിന്റെ SDD വരെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. അപ്പോ ഒരു 3 അഡ്രസ് കോഡ് ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഈ കോഡ്, ഈ ഒരു മോഡ്യൂള് നമുക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് വിടേണ്ട. കാരണം അതൊക്കെ നമ്മൾ പലതും പഠിച്ച കാര്യങ്ങളാണ് ഈ മോഡ്യൂളിലുള്ളത്. സോ ഈ 3 അഡ്രസ് കോഡും നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഒരു എക്സ്പ്രഷൻ എഴുതുമ്പോൾ അതിലെ അറ്റ്മോസ്റ്റ് 3 മെമ്മറി ലൊക്കേഷൻസ് മാത്രമേ ഉണ്ടാകാവൂ. അറ്റ്മോസ്റ്റ്, അതായത് മാക്സിമം 3 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ കണ്ട എക്സാമ്പിൾ, ഇപ്പൊ ഈ കണ്ട എക്സാമ്പിൾ ഉണ്ടല്ലോ, ഈ കണ്ട എക്സാമ്പിളില് എത്ര മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്? 1, 2, 3, 4, 5. ശരിക്കും 3 മെമ്മറി ലൊക്കേഷനേ ഉള്ളൂ. പക്ഷെ മൊത്തം ആക്സസ് ചെയ്യുന്നത് 5 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. ആ എക്സ്പ്രഷനകത്ത് 5 എണ്ണം ഉണ്ട്. സോ മാക്സിമം 3 മെമ്മറി ലൊക്കേഷൻസേ കാണാവൂ. അതിനെയാണ് എന്ത് പറയാ? 3 അഡ്രസ് കോഡ് എന്ന് പറയാം. അപ്പോ അങ്ങനെ പറയുമ്പോ A = B എന്ന് എഴുതിയാൽ അത് 3 അഡ്രസ് കോഡ് ആണോ? ആണ്. കാരണം അറ്റ്മോസ്റ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ 2 അഡ്രസ് ഉള്ള ലൊക്കേഷൻസ് വരാൻ പാടില്ല എന്നൊരു മീനിങ് ഇല്ല. ഇപ്പോ ഇഫ് A else B എന്ന് എഴുതിയാലോ, ദാറ്റ് ഈസ് ഓൾസോ 3 അഡ്രസ് കോഡ്. അവിടെ എയും ബിയും എന്ന 2 മെമ്മറി ലൊക്കേഷനേ ഉള്ളൂ. ഓക്കെ, ഞാൻ അത് ക്ലിയർ ആയിട്ട് പറയും. ദീസ് ആർ ദ 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ്സ്. ആദ്യം നിങ്ങൾ കാണുന്നത് x = y ഓപ്പറേറ്റർ ഇസ്. സാധാരണ നോർമൽ ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. A = B + C എന്ന് എഴുതുന്ന പോലെ, അല്ലെങ്കിൽ A = B × C എന്ന് എഴുതുന്ന പോലെ അറ്റ്മോസ്റ്റ് 3 അഡ്രസ് ഉള്ള ഒരു 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യത്തത്. രണ്ടാമത്തെ നോക്കിയേ, x = OPY. ഫോർ എക്സാമ്പിൾ x = +1, x = +y. ഇങ്ങനെ എഴുതിയാലോ? ഇതിന്റെ ശരിക്കുള്ള മീനിങ് എന്താണ്? x = x + y എന്നാണ്, അല്ലേ? അപ്പൊ ദിസ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് 3 അഡ്രസ് സ്റ്റേറ്റ്മെന്റ്. ഇനി x = y എന്ന് മാത്രം എഴുതിയാലോ? ദാറ്റ് ഈസ് ഓൾസോ, അതൊരു കോപ്പി സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് 3 അഡ്രസ്, ബിക്കോസ് ദർ ഈസ് ഓൺലി 2 അഡ്രസ് ആർ ദെയർ. അറ്റ്മോസ്റ്റ് 3 വരെ വരാമല്ലോ. ഇനി go to L എന്ന് പറഞ്ഞാൽ അതൊരു അൺകണ്ടീഷണൽ ജമ്പ് ആണ്. അവിടെ ഒരേ ഒരു അഡ്രസ്സേ ഉള്ളൂ, L എന്ന് പറയുന്ന ഒരേ ഒരു മെമ്മറി ലൊക്കേഷനേ ഉള്ളൂ. പക്ഷെ എന്നാലും അതെന്താണ്? 3 അഡ്രസ് കോഡാണ്. ഇഫ് എക്സ് റീലോഗ് y go to L, ഇതൊക്കെ ഒരു എക്സാമ്പിൾ, ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസ് ഞാൻ എഴുതിയിരിക്കുന്നതാണ്. ഇതൊരു കണ്ടീഷണൽ ജമ്പ് ആണ്. കണ്ടോ, ഇവിടെ ഇതിന് എന്തുകൊണ്ടാണ് അൺകണ്ടീഷണൽ ജമ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്? കാരണം അവിടെ കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ രണ്ടാമത്തെ എക്സാമ്പിളില് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ കണ്ടീഷണൽ ജമ്പ് എന്ന് പറയുന്നത്. ഇവിടെയും എത്ര മെമ്മറി ലൊക്കേഷൻസ് ആ ഉള്ളത്? 3 എണ്ണം ആണ്.
അതുകൊണ്ട് ഇതെന്താണ്? ട്രീ അഡ്രസ് സ്റ്റേറ്റ്മെന്റിന്റെ എക്സാമ്പിൾ ആണ്. ഇനി എക്സ് ഈക്വൽ ടു വൈ ഓഫ് ഐ അല്ലെങ്കിൽ എക്സ് ഓഫ് ഐ ഈക്വൽ ടു വൈ, ദാറ്റ് ഈസ് ഓൾസോ എക്സാമ്പിൾ ഓഫ് ട്രീ അഡ്രസ് സ്റ്റേറ്റ്മെന്റ്. അതുപോലെ ഈ അഡ്രസ് സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു പോയിന്റർ കൺസെപ്റ്റ്, അതും ട്രീ അഡ്രസ് സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ ആണ്. പിന്നെ ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അതിന്റെ പാരാമീറ്റേഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം പരം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സിന്റാക്സ് ആണ്. പാരാമീറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്ന പരം എക്സ് കോമ വൈ എന്ന് എഴുതിയാൽ 2 മെമ്മറി ലൊക്കേഷനേ ഉള്ളൂ. ദാറ്റ് ഇസ് ഓൾസോ എക്സാമ്പിൾ ഓഫ് ട്രീ അഡ്രസ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ കോൾ ചെയ്യാണ്, കോൾ പി കോമ എൻ, അവിടെയും പി എൻ എന്ന് പറയുന്ന 2 മെമ്മറി ലൊക്കേഷൻസേ ഉള്ളൂ. പി കോമ എം കോമ എൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതാണ് ട്രീ അഡ്രസ് സ്റ്റേറ്റ്മെന്റിന്റെ എക്സാമ്പിൾസ്. അപ്പൊ ഇതെല്ലാം ട്രീ അഡ്രസ് സ്റ്റേറ്റ്മെന്റ്സ് ആകാം. നമുക്ക് ഇതൊന്നും ചോദിക്കില്ല പരീക്ഷയ്ക്ക്, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെയാണ് ട്രീ അഡ്രസ്. നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് എക്സ് ഈക്വൽ ടു വൈ ഓഫ് ഇസഡും എക്സ് ഈക്വൽ ടു ഓഫ് വൈയും എക്സ് ഈക്വൽ ടു വൈയും, ഈ 3 എണ്ണം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ 3 എണ്ണം മാത്രമേ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോ നമുക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്നു. അപ്പോ ഇത് ഒരു എക്സാമ്പിൾ. ഈ എക്സാമ്പിളിന്റെ ട്രീ അഡ്രസ് കോഡ് എങ്ങനെയാണ് എഴുതുന്നത്? നമ്മൾ ഇന്റർമീഡിയറ്റ് കോഡ് എഴുതാൻ നേരത്തെ തന്നെ നമ്മൾ നോക്കിയതാണ്. ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ചപ്പോൾ പോലും നമ്മൾ ടെമ്പററി വാല്യൂസ് വെച്ചിട്ട് ഇന്റർമീഡിയറ്റ് കോഡ് എഴുതുന്നത് കണ്ടതാണ്. പൊസിഷൻ ഈക്വൽ ടു റേറ്റ് ഇൻറ്റു ഇനിഷ്യൽ പ്ലസ് 100, അല്ല ഇനിഷ്യൽ ഇൻറ്റു റേറ്റ് ഇൻറ്റു ഇനിഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60 എന്നൊക്കെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ടെമ്പററി വേരിയബിൾസ് T1 T2 കണ്ടതാണ്. അപ്പൊ അതേ കാര്യം തന്നെയാണ് ഇവിടെയും. ഇവിടെ നോക്കൂ, T1 ഈക്വൽ ടു മൈനസ് C, T2 equal to B into T1, T3 equal to minus C, T4 equal to B into T3, T5 equal to T2 plus T4, A equal to T5. എന്തൊരു വലിയ ഇന്റർമീഡിയറ്റ് കോഡാണെന്ന് നോക്കിയേ. പക്ഷെ ഈ സിന്റാക്സ് ട്രീയെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതൊരു മിനിമൈസ്ഡ് ആണോ? അല്ല. അപ്പൊ ഇതിനെ നമുക്ക് ഇന്റർമീഡിയറ്റ് കോഡ് ആയിട്ട് കൺസിഡർ ചെയ്തുകൂടാതെ ഇല്ല. നമുക്ക് മിനിമൈസ് ചെയ്യണം വേണമെന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. ആൻഡ് ഇഫ് യു വാണ്ട് ടു മിനിമൈസ് ഓർ ഒപ്റ്റിമൈസ് ദിസ് കോഡ്, യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പൊ അത് ഡാഗിന്റെ റെപ്രസെന്റേഷൻ ആയി മാറും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഇതാണ് ഇന്റർമീഡിയറ്റ്. അപ്പൊ ഇതെല്ലാം ഇവിടെ കാണുന്ന ഓരോ ലൈനിലും മാക്സിമം എത്ര അഡ്രസ്സേ ഉള്ളൂ? 3 മെമ്മറി ലൊക്കേഷനിൽ. അതുകൊണ്ട് ഇതിനെ ട്രീ അഡ്രസ് കോഡ് എന്ന് വിളിക്കും. ഇതോടെ ഞാൻ നിർത്തുകയാണ്. സോ ട്രീ അഡ്രസ് കോഡ്, ട്രീ അഡ്രസ് കോഡിന്റെ SDD എന്താണെന്നാണ് പറയുന്നത്. സോ ഇവിടെയും ഇതും വളരെ എളുപ്പമാണ്. ട്രീ അഡ്രസ് കോഡിന്റെ SDD എങ്ങനെ എഴുതാം എന്നുള്ളത് വളരെ എളുപ്പമാണ്. അതായത് ഈ E.place എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും E.code എന്ന് പറയുന്ന കൺസെപ്റ്റും അറിഞ്ഞിരിക്കുക. അതായത് E.place എന്ന് പറഞ്ഞാൽ അവിടെ ന്യൂ ടെംപ് എന്ന് എഴുതിയിരുന്നാൽ അതിന്റെ മീനിങ് അവിടെ നമ്മൾ ഒരു പുതിയ ടെമ്പററി വാല്യൂ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് അർത്ഥം. ഒരു പുതിയ ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോ E.place, ഈയുടെ സ്ഥാനത്ത് അവിടെ ഒരു ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ T1 T2 T3 T4 T5 5 ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ T1 T2 T5 3 ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ എവിടെയാണോ ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടെയാണ് ഈ ന്യൂ ടെംപ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോ ഇവിടെ ഈ ഒരു എക്സാമ്പിളില് ഈയുടെ സ്ഥാനത്ത് എന്ത് വരണം? ഒരു ടെമ്പററി വേരിയബിൾ വരണം. ഇവിടെയും ഈയുടെ സ്ഥാനത്ത് ഒരു ടെമ്പററി വേരിയബിൾ വരണം. ഇവിടെയും ഈയുടെ സ്ഥാനത്ത് ഒരു ടെമ്പററി വേരിയബിൾ വരണം. കണ്ടോ? സോ ഏതൊക്കെ ഓപ്പറേഷൻസ് ഉണ്ടോ, ഓപ്പറേഷൻസ് നടക്കുന്നുണ്ടോ, അതിനെയെല്ലാം ഒരു ടെമ്പററി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ അവിടെ ഒരു ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഈ എഴുതിയിരിക്കുന്നതിന്റെ മീനിങ്. ഈ എഴുതിയിരിക്കുന്നതിന്റെ മീനിങ് അതാണ്. ഇനി ഇതിന്റെ മീനിങ് എന്താ? ഈ E.code അതിന്റെ മീനിങ് എന്താ?
അതിന്റെ കറസ്പോണ്ടിങ് ട്രീ അഡ്രസ് കോഡ് എന്താവണം എന്നുള്ളതാണ് അതിന്റെ മീനിങ്. കറസ്പോണ്ടിങ് ട്രീ അഡ്രസ് കോഡ് എന്താകണം എന്നുള്ളതാണ് അതിന്റെ മീനിങ്. സോ ഈയുടെ കറസ്പോണ്ടിങ് ട്രീ അഡ്രസ് കോഡ് എന്ന് പറയുന്നത് E1ന്റെ ട്രീ അഡ്രസ് കോഡും E2ന്റെ ട്രീ അഡ്രസ് കോഡും രണ്ടും കൂടെ ചേരുന്നതാണ് ഈയുടെ ട്രീ അഡ്രസ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇ എന്ന് പറയുന്നത്, ഈയുടെ വാല്യൂ എന്ന് പറയുന്നത് E1ന്റെ വാല്യൂ E2ന്റെ വാല്യൂ രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈയുടെ വാല്യൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നോക്കൂ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഗീവ്സ് E1 ഡോട്ട് E1 പ്ലസ് E2. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലൈൻ ഞാൻ എഴുതുക. A ഈക്വൽ ടു B പ്ലസ് C. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. അപ്പൊ ഇവിടെ എനിക്ക് പറഞ്ഞിരിക്കുന്നത് E ഡോട്ട് പ്ലേസ് ഈക്വൽ ടു ന്യൂ ടെംപ്. അതായത് ഈയുടെ സ്ഥാനത്ത് ഞാനൊരു ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു ടെമ്പററി വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. T1 എന്നൊരു ടെമ്പററി വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ E1 ഡോട്ട് പ്ലേസ് പ്ലസ് E2 ഡോട്ട് പ്ലേസ് ഈ പ്ലേസിലേക്ക് കൊടുക്കാം. അപ്പൊ ഈ പ്ലേസിലേക്ക് എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ, E1ന്റെ പ്ലേസിൽ കിടക്കുന്ന എന്താണ്? ബി ആണ്. ബി അടുത്ത് പ്ലസ്. ഈ പ്ലസ് ഇവിടെ ശ്രദ്ധിക്കുക, ഈ പ്ലസ് സെമി കോഡ്സിനകത്താണ് എഴുതിയിരിക്കുന്നത്, സിംഗിൾ കോഡ്സിനകത്താണ് എഴുതിയിരിക്കുന്നത്. ഈ സിംഗിൾ കോഡ്സിനകത്ത് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ശരിക്കും അവിടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ നടക്കണമെന്നല്ല അതിന്റെ മീനിങ്. ആ പ്ലസ് അതുപോലെ ഇന്റർമീഡിയറ്റ് കോഡിൽ വരണമെന്നാണ് അതിന്റെ മീനിങ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ആ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ ഒരു ക്യാരക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, നോട്ട് എ ഓപ്പറേറ്റർ. ഓപ്പറേറ്റർ ആയിട്ടല്ല കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവിടെ E1 പ്ലേസിനും E2 പ്ലേസിനും അല്ലെങ്കിൽ E1നും E2നും ഇടയിൽ പ്ലസ് എന്ന ഓപ്പറേറ്റർ വന്നാൽ അതിനെ അതുപോലെ എടുത്ത് ടെമ്പററിയുടെ സ്ഥാനത്തും എഴുതണം. ഇവിടെ പ്ലസ്, ദെൻ E2ന്റെ സ്ഥാനത്തുള്ള സിയും എഴുതി. നമ്മൾ ശരിക്കും എന്താ ചെയ്യുക? ഇങ്ങനെയാണ് ചെയ്യുക. A ഈക്വൽ ടു T1. നമ്മള് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. A ഈക്വൽ ടു B പ്ലസ് C ആണ് നമ്മുടെ ഒരു പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എയുടെ കറസ്പോണ്ടിങ് ആയി ഒരു ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. ആ ടെമ്പററി വേരിയബിളിലേക്ക് ഈ ബിയും സിയും ആഡ് ചെയ്യും. ബിയും സിയും അതിലേക്ക് റെപ്രസെന്റ് ചെയ്യും. എന്നിട്ട് ആ T1നെ നമ്മൾ എയിലേക്ക് കൊടുക്കും. അതാണ് ഈ എഴുതിയിരിക്കുന്നതിന്റെ മീനിങ്. നിങ്ങൾ നോക്കൂ, E ഡോട്ട് പ്ലേസ് ഈക്വൽ ടു ന്യൂ ടെംപ്. അതാണ് A ഈക്വൽ ടു T1. ഇനി ഇവിടെ ജനറേറ്റ് ചെയ്യേണ്ട എന്താണ്? ജനറേറ്റ് ചെയ്യേണ്ട ട്രീ അഡ്രസ് കോഡ് എന്താണ്? E ഡോട്ട് പ്ലേസിലേക്ക് ജനറേറ്റ് ചെയ്യേണ്ട ട്രീ അഡ്രസ് കോഡ് എന്താണ്? E1 ഡോട്ട് പ്ലേസിൽ കിടക്കുന്ന സാധനവും E2 ഡോട്ട് പ്ലേസിൽ കിടക്കുന്ന സാധനവും അതിന്റെ നടുക്ക് ഏത് ഓപ്പറേറ്റർ ആണോ ആ ഓപ്പറേറ്ററും. ഈ ജെൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാ ഉപയോഗിക്കുന്നത്? ജനറേറ്റിംഗ് ദ ട്രീ അഡ്രസ് കോഡ്. ഇവിടെ നോക്കൂ, ജെൻ ഓഫ് E ഡോട്ട് പ്ലേസ് ഈക്വൽ ടു U മൈനസ് E1 പ്ലേസ്, അതായത് യൂണറി മൈനസ് E1 ഡോട്ട് പ്ലേസ്. മനസ്സിലായോ? എനിവേ ഇതാണ് ഇതിന്റെ SDD. വലിയ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. എനിവേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഞാനിവിടെ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. ഈ ഒരു SDD ഞാൻ അടുത്തിനി എക്സാമ്പിൾസ് പറയുമ്പോഴും പറയും. പക്ഷെ ഈ SDD വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ SDDയും സിൻടാക്സ് ട്രീയുടെ SDDയും ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്.